എന്റെ കുഞ്ഞ്. പങ്കി വിഷമിക്കരുത്. പ്രസവത്തിന് ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. പങ്കിയുടെ ജീവൻ രക്ഷിക്കാൻ തന്നെ ഞങ്ങൾ 4 ഡോക്ടർമാരും 5 മണിക്കൂർ നേരം ശ്രമിച്ചേ. എന്റെ കുഞ്ഞ്. അതാ പറയുന്നേ, കുഞ്ഞ് ഏതാണ്ട് 10 മണിക്കൂർ മുമ്പ് തന്നെ വയറ്റിൽ വെച്ച് മരിച്ചിരുന്നു. ഇല്ല, എന്റെ കുഞ്ഞിനെ എനിക്ക് താ. ജോയ് ചേട്ടാ, എവിടെ എന്റെ കുഞ്ഞിനെ ഒളിപ്പിച്ചേ? പറ. പങ്കി, ഡോക്ടർ പറഞ്ഞ സത്യം. ചാപിള്ളയായിട്ടാ കുഞ്ഞ് ജനിച്ചത്. ഇല്ല, എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. എനിക്ക് എന്റെ കുഞ്ഞിനെ താ. ഡോക്ടർ, എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. ജോയ് ചേട്ടാ, എന്റെ കുഞ്ഞിനെ തരാൻ പറ. പങ്കി കരയില്ലേ? ജോയ് ചേട്ടാ, എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. എന്റെ കുഞ്ഞിനെ കാണണം. ഡോക്ടർ, എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണം. ഇങ്ങനെ കരയാതെ. കുഞ്ഞിനെ കാണണം. എന്റെ കുഞ്ഞിനെ കാണണം. കാണിച്ചു തരാൻ പറഞ്ഞു ചേട്ടാ. എന്റെ കുഞ്ഞ്. ഡോക്ടർ, എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണം. ടീനയുടെ കരുത്തും സ്നേഹവും നൊമ്പരവുമായി ഇന്നു മുതൽ ശ്രീലക്ഷ്മി പ്രേക്ഷകർക്ക് മുമ്പിലെത്തുന്നു. ഇല്ല ടീന, ഇത് ഈ ലാബ് റിസൾട്ടിൽ എന്തോ തെറ്റുപറ്റിയതാ. അല്ലാതെ നിനക്ക് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. റിസൾട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത് സാധാരണല്ലേ. നമുക്ക് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റൽ ടെസ്റ്റ് ചെയ്യാം, ഒരു നല്ല ഹോസ്പിറ്റല്. ഇത്രയും സീരിയസ് ആയ ഒരു കാര്യത്തിന് നമ്മൾ ഒരു ലാബിനെ മാത്രം വിശ്വസിച്ചാൽ പോരാ. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നീ ഇങ്ങനെ തളർന്നാൽ. ഞാൻ തളർന്നില്ലല്ലോ. ഒരു വലിയ സത്യത്തിന്റെ മുന്നിൽ റിച്ചിയല്ലേ തളർന്നു നിൽക്കുന്നേ? ഇത് സത്യമല്ല ടീന. ലാബ് ടെക്നീഷ്യൻ തെറ്റുപറ്റിക്കൂടെ? പറ്റാം, പക്ഷേ എനിക്ക് തെറ്റ് പറ്റിയിട്ടില്ല. കഴിഞ്ഞ 1 വർഷത്തോളം എന്റെ അടിവയറ്റിൽ ഒരു ദുരന്തം വളരുന്നത് ഞാൻ അറിയുന്നുണ്ടായിരുന്നു. റിച്ചി, സംടൈംസ് ഇറ്റ് വാസ് പെയിൻഫുൾ ഓൾസോ. ഒന്നും റിച്ചിയോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. മൈ ഗോഡ്, ഇത്ര നേരത്തെ അറിഞ്ഞിട്ടും നീ എന്താ അന്നേ ട്രീറ്റ്മെന്റ് ശ്രമിക്കാത്തെ? ഒരു രോഗിയായി ഹോസ്പിറ്റലിൽ കിടക്കാൻ എനിക്ക് മനസ്സില്ല, അതും ഒരു ക്യാൻസർ രോഗിയായിട്ട്. ടീന എപ്പോഴും ഹെൽത്തി ആയിരിക്കണം, എപ്പോഴും സുന്ദരിയായിരിക്കണം. നോക്കറിച്ചി, എനിക്ക് ക്യാൻസർ ആണെന്ന് ആരോടും പറയരുത്. ഞാൻ രോഗിയാണെന്ന മട്ടിൽ ആരെങ്കിലും എന്നോട് പെരുമാറിയാ എനിക്കത് സഹിക്കാൻ കഴിയില്ല. കർത്താവിന്റെ സമ്മാനം എനിക്ക് മാത്രം ഉള്ളതാ. മറ്റുള്ളവരാരും അതിന്റെ പൊട്ടും പൊടി അനുഭവിക്കണ്ട. റിച്ചിയും. അതെ, എന്റെ വേദന എനിക്കുള്ളതാ. ഭാര്യയ്ക്ക് ക്യാൻസർ ആണെന്ന കാരണത്താൽ റിച്ചിയുടെ ഒരു സന്തോഷവും ഉല്ലാസവും ആനന്ദവും ഒന്നും ഇല്ലാതാവാൻ പാടില്ല. ഒന്ന് നിർത്തുന്നുണ്ടോ? ക്യാൻസർ ഇപ്പോൾ ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമാ. പക്ഷേ ഇത് പറ്റില്ല റിച്ചി. ഇറ്റ്സ് ടു ലേറ്റ്. എന്റെ ഉദരത്തിൽ അത് നിറഞ്ഞു കഴിഞ്ഞു. എന്നോടുള്ള ഇഷ്ടം കൊണ്ട് എന്റെ ക്യാൻസർ കാമുകൻ എന്നെ ചുറ്റി പിടിച്ചോണ്ടിരിക്കുക. ഇഷ്ടം കൂടുമ്പോ അവനൊരു സാഡിസ്റ്റ് ആവും, എന്നെ വേദനിപ്പിക്കും. വേദന കൊണ്ട് പൊളയുമ്പോ അവൻ ചിരിക്കും, എന്നെ ഉമ്മ വെച്ചുറക്കും. വേദനിപ്പിക്കുന്ന ഈ കാമുകനെ എനിക്കിഷ്ടം. റിച്ചി, എന്താ എന്താ വേദനിക്കുന്നു? അതല്ല, നമ്മുടെ മോനെ, അവനെ എനിക്ക് വേണം റിച്ചി. അത് അവനിപ്പോ ബോബന്റെ കൂടെ തെങ്ങുമൂട്ടിലല്ലേ? ഞാൻ ചെല്ലും അവിടെ. ഇനി അവനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. കുറച്ചു കാലമെങ്കിലും എനിക്ക് അവനോട് പ്രായശ്ചിത്തം ചെയ്യണം. വയ്യാതെ നീ? ഏയ്, ഒരു വല്ലായ്മയില്ല എനിക്ക്. നേരത്തെ പ്രതീക്ഷിച്ച സത്യം ഡോക്ടർ മുഖത്ത് നോക്കി പറഞ്ഞപ്പോ ഒന്ന് പകച്ചു, അത്രേ ഉള്ളൂ. അല്ലാതെ ടീന രോഗിയായി കട്ടിലിൽ കയറി കിടക്കത്തില്ലെന്ന് നേരത്തെ പറഞ്ഞതല്ലേ. വീഴുമ്പോ ഒറ്റ വീഴ്ച, ബ്ലാക്ക് ഔട്ട്. അതുവരെ ടീന പഴയതുപോലെ തന്നെ നടക്കും.
ഏ? ഊണ് വിളമ്പട്ടെ. ഒന്ന് പോകുന്നുണ്ടോ എന്റെ മുന്നിൽ നിന്ന്? മനുഷ്യനോട് ഭ്രാന്തെടുത്ത് നിൽക്കുമ്പോഴാ ഊണ്. എടിയ നമ്മോ, നമ്മുടെ മോന് ഭ്രാന്താ. നീ അവനെ ശല്യപ്പെടുത്താതെ. ഭ്രാന്തന്മാരെ നിനക്ക് പരിചയമില്ലാത്തതുപോലെ എന്നെ കണ്ടില്ലയോ നീ? അവനെ ശല്യപ്പെടുത്താണ്ട് ചുമ്മാ അവങ്ങ് നടക്കുമല്ലയോ ഞാൻ? വാ, നീയും കൂടി നടന്നോ? എന്റെ കർത്താവേ, എന്നതൊക്കെ കാഴ്ചകളാ നീ എന്റെ മുന്നിലോട്ട് ഇട്ടു തരുന്നേ. ആഹാരം ഒന്നും വേണ്ടെങ്കിൽ അത് നേരത്തെ അങ്ങ് പറയാൻ മേലെ. ഞാൻ എന്നാത്തിനെ എങ്ങനെ അടുക്കളയിൽ കിടന്ന് പങ്കപ്പെടുന്നേ? വാടാ ബോബ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? അതിനെന്നാ കാരണം? അതുകൂടെ പറ. കണ്ടവന്റെ കൊച്ചിനെ കാണാതായതിന് നീ എന്നാത്തിനാ മണ്ട പട്ടിണി കിടക്കുന്നേ? അമ്മച്ചി വേണ്ട, കലിളകി നിൽക്കാമോ ഞാൻ? എല്ലാരും കൂടി എന്റെ മോനെ എവിടെ കൊണ്ടുപോയി കൊന്നു എന്ന് എനിക്കറിയണം. നിന്റെ അപ്പനേക്കാൾ മൂത്ത് വട്ടടാ നിനക്ക്. 100 തെളിവുണ്ട് ആ കൊച്ചു നിന്റെ അല്ലെന്ന്. എന്നിട്ട് നാണമില്ലാതെ വിളിച്ചു പോന്നു എന്റെ കൊച്ച എന്റെ കൊച്ചെന്ന്. കൊച്ചു എവിടെ പോയിടി എന്നാമോ? നോഹയുടെ പെട്ടകത്ത് കയറ്റി വല്ലവനും കടലിൽ കൊണ്ടുപോയി കളഞ്ഞതാണോ? എങ്കിൽ പ്രളയം വരാൻ പോവാ. എന്റെ ഈ സ്വത്തുക്കളൊക്കെ രക്ഷപ്പെടുത്താൻ എനിക്കും ഒരു പെട്ടകം തായോ എന്റെ കർത്താവേ. ഇല്ലെങ്കിൽ ഒരു ചരിവോ എങ്കിലും താ. ഇത് ഞാൻ എന്നതൊക്കെയായി പറയുന്നേ? ചരിവത്തിലാണോ സ്വത്തുക്കൾ കയറ്റിക്കൊണ്ട് പോന്നേ? വലിയ ചരിവ് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കൂടി. അമ്മച്ചി, എന്റെ മോനെ കൊണ്ടുപോയത് ടീനയാണെങ്കിൽ തട്ടിപ്പറിച്ചെടുത്ത ആ കമ്പനിക്ക് തീ വെക്കും ഞാൻ. അതിൽ അമ്മച്ചിക്കും കൂടി പങ്കുണ്ടെങ്കിൽ ഈ വീടിന് ഞാൻ തീ വെക്കും. എന്നിട്ട് അന്തസ്സോടെ ജയിലിൽ പോവും. അതാ ബുദ്ധി. നിനക്കിപ്പോ എന്നാ വേണ്ടേ? ആ കൊച്ചിനെ വേണോ? അപ്പച്ചനറിയോ എന്റെ കുഞ്ഞെവിടെയാണെന്ന്? പിന്നില്ലയോ? അപ്പച്ച പറ, എന്റെ മോൻ എവിടെയാ? ആരാ കൊണ്ടുപോയേ? അപ്പച്ച കണ്ടോ അത്? പറ അപ്പച്ച. അമ്മച്ചിയാണോ എന്റെ മോനെ ടീനയ്ക്ക് എടുത്തു കൊടുത്തത്? എടാ, ഇല്ലാവചനം പറഞ്ഞാലുണ്ടല്ലോ. അമ്മച്ചി അറിയാതെ എന്റെ മോനെ വീട്ടിൽ നിന്ന് എങ്ങോട്ടും കൊണ്ടുപോയില്ല. പറയാപ്പച്ച, എന്റെ മോൻ എവിടെയാ ഉള്ളത്? പെട്ടകത്തിലാടാ നിന്റെ കൊച്ചുള്ളത്. അതങ്ങനെ ഒഴുകി പൊയ്ക്കൊണ്ടിരിക്കുക. വേഗം വേറൊരു പെട്ടകത്തിൽ കയറി നീ അതിന്റെ പുറകെ പൊയ്ക്കോ. ചെല്ല്. അമ്മച്ചിയുടെ വർത്തമാനം ഇതിനൊക്കെ കാരണം. നാക്കെടുത്ത എന്റെ കുഞ്ഞല്ലെന്നേ പറയൂ. ആ, അത് ഇപ്പോഴും എപ്പോഴും അങ്ങനെ തന്നെ പറയത്തുള്ളൂ. സത്യമായിട്ട് ഞാൻ ഈ വീടിന് തീ വെക്കും. നോക്കിയോ? പിന്നെ നീ വെക്കും വെക്കും. എടി അന്നമ്മേ, നീ നോക്കിക്കാണ്ട് കൂടെ നടന്നോ. തീ വെക്കുമ്പോ ഓടേണ്ടതാ. ടീനക്കുഞ്ഞേ, ടീനക്കുഞ്ഞേ. അല്ല, 3-4 വട്ടം കഥകി തട്ടി വിളിച്ചിട്ടും ആരും ഇറങ്ങി വരാത്തെന്താ? വീട് തുറന്നിട്ടേച്ച് എങ്ങോട്ടെങ്കിലും പോയതാന്നോ? കർത്താവേ, പുറത്തുമില്ല അകത്തുമില്ല. ഇനി രണ്ടും കൂടി തമ്മി തല്ലി ചത്തോ? ടീനക്കുഞ്ഞേ, എന്താ പേടിച്ചു പോയോ? ഏയ്, പേടിച്ചിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ആരെ പേടിക്കാനാ? എന്നെ അല്ലാതെ അറിയാ? അല്ല, അത് പിന്നെ പേടിയില്ലാതില്ല. ആ, മാത്യുസച്ചൻ വന്ന കാര്യം പറ. അത് ഒരു വല്ലാത്ത കാര്യമാ കുഞ്ഞേ. റിച്ചിയെ കൂടി വിളിക്കൂ കുഞ്ഞേ. റിച്ചി ഇവിടെ ഇല്ലല്ലോ. അല്ല, വണ്ടി പുറത്ത് കിടക്കുമല്ലയോ? ആന്നോ? എങ്കി പുള്ളി അകത്ത് കിടക്കുമായിരിക്കും. മനസ്സിലായി. രണ്ടും കൂടി ഉടക്കിയല്ലയോ? ഞാൻ ഒത്തിരി നേരം തട്ടിയിട്ടും ആരും ഇറങ്ങി വരാത്തപ്പോഴേ ഊഹിച്ചതാ ഇവിടെ ഒരു വഴക്കുണ്ടായി കാണുമെന്ന്. ഷോ, പ്രവചിക്കാൻ എന്തൊരു കഴിവാ മാത്യുസച്ചന്. ആട്ടെ, എന്നെ നോക്കിയിട്ട് പറ, എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? പ്രത്യേകത, കുഞ്ഞ് പണ്ടത്തെക്കാൾ ഇത്തിരി ചെറുപ്പമായിട്ടുണ്ട്. ആ, കറക്റ്റ്. അതെ,
എനിക്കിപ്പോ പുതിയൊരു കാമുകനുണ്ട്. അതാ കാരണം. എന്റെ ഈശോയെ, ദേ, റിച്ചിയോടൊന്നും മിണ്ടിപ്പോക്കരുത് കേട്ടോ. എന്നോട് ഭയങ്കര ഇഷ്ടമാ പാർട്ടിക്ക്. അയ്യോ കുഞ്ഞെ, റിച്ചി അറിഞ്ഞ കൊലപാതകം നടക്കത്തില്ലയോ? അതിനു മുമ്പ് ഞാൻ എന്റെ കാമുകന്റെ കൂടെ അങ്ങ് പോകത്തില്ലായോ? ആരാ ആരാ കാമുകൻ? പേരിപ്പോ മാത്യൂസ് അച്ചായൻ അറിയണ്ട. ആ, അതുപോട്ടെ, അച്ചായൻ വന്ന കാര്യം പറ. അല്ല, ഇനിയിപ്പോ അത് പറയണോന്നാ എന്റെ സംശയം. ഏതായാലും വന്നില്ലേ, പറഞ്ഞിട്ട് പോ. ടീനയുടെ കുഞ്ഞിനെ കാണാനില്ല. ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ തെങ്ങുമൂട്ടി തറവാട്ടിന്ന് ആരോ അടിച്ചോണ്ട് പോയി. എല്ലാവരും നെട്ടോട്ടമായിരുന്നു. ലോകം മുഴുവൻ തെരഞ്ഞിട്ടും കുഞ്ഞിനെ കണ്ടില്ല. അച്ചായ, എന്റെ മോൻ, അവനെ വീട്ടിൽ കയറി ആരെടുത്തോണ്ട് പോവാൻ? ഇല്ല, ഇതിലെന്തോ ചതിയുണ്ട്. ആരോ എന്നെ വേദനിപ്പിക്കാൻ കരുതിക്കൂട്ടി അവനെ എങ്ങോട്ടോ മാറ്റിയതാ. ചിലപ്പോ സെലീന, അല്ലെങ്കിൽ ബോബൻ തന്നെ. അതൊന്നും എനിക്ക് അറിയത്തില്ല കുഞ്ഞെ. സംഗതി നേരാണെന്ന് ഉറപ്പായപ്പോ ഇങ്ങോട്ട് ഓടുകയായിരുന്നു കുഞ്ഞിനോട് പറയാൻ. ഇതൊക്കെ റിച്ച് കേട്ടാ എന്നാ ഉണ്ടാവുമെന്ന എന്റെ പേടി. ഒരു കൊച്ചിനായിട്ട് പന്ത് തട്ടുമല്ലായിരുന്നു എല്ലാരും കൂടി. എന്നാ ഞാൻ പോട്ടെ കുഞ്ഞെ. തെങ്ങുമൂട്ടിലേക്കാണെങ്കിൽ ബോബനോട് പറഞ്ഞേര് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. എന്റെ മോനെ തിരിച്ചു തന്നില്ലെങ്കിൽ കൊലപാതകം നടക്കും ഇവിടെ. ചീനയാ പറയുന്നേ. ഇതെന്താടാ കരുമ, ഇന്നലെ രാത്രിയിൽ തെളിഞ്ഞ മുഖം ഇന്ന് പകലുദിച്ചപ്പം വീണ്ടും കറുത്താ? പിന്നെ ഞാൻ എന്താ മുത്തി വേണ്ടത്? ചിന്നു ആ കുഞ്ഞിനെ സ്വന്തമാക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല. പക്ഷെ കല്യാണം കഴിഞ്ഞാലും അതിങ്ങനെ കുടിയിൽ കിടന്ന് കരയുന്നതും ചിന്നു അതിനെ എടുത്ത് നടക്കുന്നതൊക്കെ ആലോചിക്കുമ്പോൾ മനസ്സ് തളർന്നു പോവാ. അത് നേര് തന്നെടാ കരുമ. പുതുപ്പെണ്ണ് ഏതോ ഒരുത്തന്റെ കൊച്ചിനെ തോളിലിട്ടോണ്ട് നടന്ന ഒരു കെട്ടിയോനും സഹിക്കില്ല. അതിനെ ആരെങ്കിലും വളർത്തണമെന്നേ ചിന്നുള്ളൂ. ആ, മുത്തിയമ്മ അതിനെ എടുത്തോണ്ട് പോയി വളർത്തുമോ? നിന്റെ ചത്തോയ അപ്പൻ ചെലവിന് തരുവാടാ. നാട്ടിപ്പറന്ന ഏതോ ഒരു കൊച്ചിനെ എടുത്ത് വളർത്താൻ ചിന്നുവിനെ പോലെ പ്രാന്തൊന്നും ഇല്ല എനിക്ക്. എന്നാ പിന്നെ വക്കാലത്തും കൊണ്ട് എന്റെ മുമ്പിൽ നിൽക്കാതെ പോകാൻ നോക്കാളെ. എടാ കരുമ, എടാ കോപപ്പെടാതെടാ ചെറുക്ക. നീ കെട്ടാൻ പോണ പെണ്ണ് മണ്ടത്തരം കാണിച്ചേന് എന്നോടാണോ കെറിയിക്കണത്? ദേണ്ടേ, നിനക്ക് ഗുണമുള്ളൊരു കാര്യം ഞാൻ പറയാം. അതുപോലെ അങ്ങ് നീങ്ങിയ എല്ലാം നേരാൻ വൈക്ക് വരും. ഓ, ഗുണമുള്ള കാര്യം. ചിന്നിന് പകരം വേറെ പെണ്ണെ കെട്ടാനായിരിക്കും പറയാൻ പോണത്. അങ്ങനെ ആയിരുന്നെങ്കിൽ നീ എന്നേ രക്ഷപ്പെട്ടു പോയെന്നെ. ചിന്നു അല്ലാണ്ട് വേറൊരു പെണ്ണ് നിന്റെ നെഞ്ചും കൂട്ടിലില്ലല്ലോ. അത് ഞാൻ പറയണത് വേറൊരു കാര്യം. അക്കരെ കാട്ടിലെ ചെമ്പകത്തെ അറിഞ്ഞൂടെ നിനക്ക്? അവളെ കെട്ടാനാണോ? ഇതാരടാ? വെട്ടുപോത്തിന്റെ കൊച്ചുമാനാ. മെക്കിട്ട് കയറിയ എന്റെ പാട്ടിന് ഞാനങ്ങ് പോവും. കൊച്ചിനെ ഒഴിവാക്കാ ഒരു വഴി പറഞ്ഞു കൊടുക്കാന്ന് വിചാരിച്ചപ്പം ഇവനെന്താ എന്റെ തലയിൽ കയറി നിരങ്ങണ? കൊച്ചിനെ ഒഴിവാക്കാനോ? ഹോ, തലയിൽ വെളിച്ചം വന്ന്. എന്നാ കേട്ടോ, ആ ചെമ്പക പെണ്ണിന്റെ മിന്നു കെട്ട് കഴിഞ്ഞിട്ട് 7-8 കൊല്ലമായി. അവള് മച്ചിയാണെന്ന് മന്ത്രപ്ലാത്തി പറഞ്ഞപ്പോ കെട്ടിയോ വേറെ കെട്ടുകയും ചെയ്തു. ഒരു കൊച്ചിനെ കിട്ടാൻ വേണ്ടി ആശ മൂത്ത് നടക്കുകയാണ് ചെമ്പകം. ഇന്നാൾ അക്കരെ കാട്ടി ചെന്നപ്പോ പെണ്ണിന്റെ കണ്ണീര് ഞാൻ കൊറേ കണ്ടതാ. ആ കൊച്ചിനെ ചെമ്പകത്തിന് കൊണ്ട് കൊടുക്ക്. ചിന്നു സമ്മതിക്കൂ? ആർക്കാ കൊച്ചിനെ കൊടുക്കണമെന്ന് നീ ആരോടും പറയാൻ നിക്കണ്ട. ചിന്നു സമ്മതിക്കൂല നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ കൊച്ചിനെ കൊണ്ടുപോണത് അവള് കാണണ്ട. പിന്നീട് വിവരം പറഞ്ഞാ മതി. കാട് പോലും അറിയാണ്ട് കാര്യം നടത്തണ കരുമാ.